അതേസമയം തന്റെ ബിസിനസ് പാർട്ട്ണറിനൊപ്പം ഒരു വിരുന്നിൽ ഏർപ്പെടുകയാണ് ജെയിംസ്. എന്നാൽ തന്റെ ബിസിനസ് പാർട്ട്ണർ പറഞ്ഞ ചില വാക്കുകൾ ജെയിംസിന് ഇഷ്ടമാകുന്നില്ല. ഉടൻ തന്നെ അരയിൽ നിന്ന് വാളെടുത്ത് ബിസിനസ് പാർട്ട്ണറിനെ വകവരുത്തുന്നു ജെയിംസ്. അത്രമേൽ ക്രൂരനായിരുന്നു ജെയിംസ്. ഇതേ സമയം ബോൺസിന്റെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ബോൺസിന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ഒരു വൃദ്ധനായിരുന്നു റോബർട്ടോ. ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുന്നു. ബോൺസിന് റോബർട്ടോയോട് മാത്രമായിരുന്നില്ല അടുപ്പം. ടമാര ദത്തെടുത്ത് വളർത്തുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ജെറാഡ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അന്ന് രാത്രി പിൻബോൾ ബോൺസിനെ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഫ്രോഡ് കാണിക്കുന്ന ഒരു ഫൈറ്റ് പ്രൊമോട്ടർ ഉണ്ടായിരുന്നു. അയാളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് പിൻബോൾ ബോണിനെ കൊണ്ടുപോയത്. അന്ന് നടന്ന ഫൈറ്റിംഗ് അറീനയിൽ ബോൺസ് കുറെ ഫൈറ്റർമാരെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിൽ ബോണിന്റെ പേരും ഉയർന്നു കേൾക്കാൻ തുടങ്ങി. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ നടന്ന ഫൈറ്റിലും എതിരാളികൾക്ക് ബൂണിനെ കീഴ്പ്പെടുത്താനായില്ല. അതിനാൽ തന്നെ ബൂണും പിൻബോളും ധാരാളം പണമുണ്ടാക്കി. ധാരാളം പണമുണ്ടാക്കിയെങ്കിലും ബോൺസ് തന്റെ പരിശീലനത്തിൽ ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല. കാരണം ബോൺസിന് എന്തോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ അവനെ തന്നെ പരമാവധി ട്രെയിൻ ചെയ്ത് മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു.